ഓക്കെ, ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അപ്പം അത് പറയുക പോവുക എന്നുള്ളത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. വേറെ എന്നെ ന്യായീകരിക്കുക അല്ലെങ്കിൽ എന്നെ വൈറ്റ് വാഷ് ചെയ്യുക ഇത്തരം പരിപാടികളൊന്നും ഉദ്ദേശിക്കുന്നില്ല. കംപ്ലീറ്റ്ലി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറയുക പോവുക ഇത്ര മാത്രമേ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അനാൻഷാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ തൊപ്പി ആയിട്ടുള്ള ഇഷ്യൂ നടക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ നടക്കുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ അനാൻഷാനെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പം മൂപ്പര് ഈ പറഞ്ഞ പോലെ ഒരു റെസ്പോൺസും മൂപ്പരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞു, ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞു. അന്നത്തെ രാത്രി എൻ്റെ ലൈവ് അനാൻഷ റിമൂവ് ആക്കി കളഞ്ഞു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ മൂപ്പര് ലൈവ് റിമൂവ് ആക്കിയതിന് ശേഷം എന്നെ വിളിച്ചു. മൂപ്പരുടെ മാനേജർ എന്ന് പറയുന്ന സുഹൃത്തായ ഷാനു എന്നെ വിളിച്ചു. ഞാനും ഷാനുവും സംസാരിച്ചു. അപ്പോൾ ഷാനു കോൺഫറൻസ് ഇട്ട് അനാൻഷാനെ ആഡ് ചെയ്തു. അങ്ങനെ ഞാനും അനാൻഷയും സംസാരിച്ചു. അപ്പോൾ അനാൻഷ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്തിനാ നമ്മളെ വീട്ടിലൊരു കുട്ടീനെ എടുത്ത് ഇതിൽ വലിച്ചയച്ചെന്നുള്ളൊരു കാര്യം സംസാരിച്ചു. അതാണ് മൂപ്പര് ഹൈലൈറ്റ് ചെയ്ത വിഷയം. ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഞാൻ ആ പ്രശ്നം വെച്ച് ഇതാക്കാൻ വന്നതല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് പറയാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ആൻ്റണി പെപ്പെ എന്ന് പറഞ്ഞ ആക്ടർ ആൻ്റണി പെപ്പെ, നിങ്ങൾക്ക് അറിയുണ്ടാവും. ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. മൂപ്പരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ മൂപ്പരായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹക്കീം, ഈ പ്രശ്നം നടന്ന അന്ന് രാത്രി എന്നെ ലൈവ് തീർന്ന ദിവസം എന്നെ വിളിച്ച് കുറേ ഭീഷണിയും, പിന്നെന്താ പറയുക, കുറേ നന്മ കളിക്കലും, കുറേ എന്താ പറയുക, നീ ഇത് ചെയ്തായിരുന്നോ, നീ അത് ചെയ്തായിരുന്നോ, നീ ഇങ്ങനെ ചെയ്തായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഞാൻ തന്നെ സ്വയം, എനിക്ക് ഇവൻ്റെ പാസ്റ്റൊക്കെ അറിയെങ്കിലും ഞാൻ തന്നെ സ്വയം വിചാരിച്ചു പോയി, എന്താ ഇവൻ ഇത്ര നന്മമരാണോ, അല്ലെങ്കിൽ ഇവൻ ഇത്ര പുണ്യാളനാണോ, ഞാൻ വരെ ചിന്തിച്ചു പോയി. ഞാൻ വരെ ആ ഒരു ലെവലിലേക്ക് ഇവനെ ചിന്തിച്ചെത്തി. അങ്ങനെ ഇന്ന് ഞാൻ ഇവൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഇവൻ ദുബായിലിരുന്ന്, ഇവൻ്റെ റൂമിലിരുന്ന്, ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കാം. ഇവൻ്റെ റൂമിലിരുന്ന്, ദുബായിലിരുന്ന് ഒരു ഡ്രഗ്, അതായത് ജാസി ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. തൊപ്പി റൂമിൽ നിന്നൊരു സംഭവം യൂസ് ചെയ്യുന്നത് കണ്ടിരുന്നു. ഒരു എന്താ പറയുക, ഒരു കോയലും അതിൻ്റെതായ വെള്ളവും ഇതൊക്കെ വെച്ച് ഒരു സാധനം ഊതി അടിക്കുന്ന ഒരു സംഭവം കണ്ടു ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ലൈവിൽ എത്ര പേര് ശ്രദ്ധിച്ചെന്നറിയില്ല. ആ സെയിം സാധനം, അതായത് കല്ല് എന്ന് പറയും, ആ സാധനം യൂസ് ചെയ്യുന്നതിൻ്റെ ലൈവ് വീഡിയോ ഇവിടെ കൊടുക്കാം. അത് ഗൈഡ് ലൈൻസിന് എതിരാണെന്ന് നമുക്കറിയില്ല. ഈ വീഡിയോയിൽ പോയാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ സംഭവം യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങി. പിന്നെ ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന അങ്ങനെ എന്തോ പേരാ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഖാദർ അരിപ്പൊടിയോ വാട്ടവർ. അപ്പോൾ ഈ ചങ്ങായിൻ്റെ ഒരു വീഡിയോ പുറത്തിറങ്ങി. പിന്നെ ഹനാൻഷ എന്ന് പറഞ്ഞ ഇവൻ്റെ എന്താ പറയുക, ആൻ്റണി പെപ്പേൻ്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങി അതിൻ്റെ മീഡിയേറ്ററായി നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ ആ പെൺകുട്ടിക്ക് കൊടുക്കാതെ ആ പൈസ മുക്കി. അത് ഹക്കീമാണോ മുക്കിയ, അനാൻഷാന്നോ മുക്കിയ, വാട്ടവർ, ഇതിൽ കൂടെ പങ്കാളിയായ വ്യക്തിയാണ് ഈ പറഞ്ഞ അനാൻഷ. എൻ്റെ പേരിൽ ഉന്നയിച്ച കാര്യങ്ങളും, അല്ലെങ്കിൽ എൻ്റെ പേരിൽ കേസ് കൊടുത്തതിൻ്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് അല്ലെങ്കിൽ വിളിച്ച് സംസാരിച്ചതിൻ്റെ ഇതിൽ മൂപ്പര് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാടാ നമ്മളെ ഇതിൽ വലിച്ചിട്ടത്, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലൊരു പെണ്ണിന് എന്തിനു നീ പറഞ്ഞു, അല്ലെങ്കിൽ ഇതിൽ എന്തിനു നീ ഇടപെട്ടു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പ് ഇടപെട്ടുകൂടാ. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് അത് കണ്ടോ കണ്ടിട്ടില്ല അതെനിക്കറിയില്ല. അപ്പോൾ മൂപ്പര് അതാണ് അതിൻ്റെ എക്സ്ക്യൂസായിട്ട് തന്നിട്ടുള്ള കാര്യം. അപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ
ഹനാൻഷ സ്വന്തം വീട്ടിലെ ഒരു കുട്ടിയെ പറഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ അതിൻ്റെ വോയിസ് റെക്കോർഡ് വീഡിയോ അതായത് വിളിക്കുന്നതിൻ്റെ വീഡിയോ റെക്കോർഡ് അടക്കം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണോ ഒരു പെൺകുട്ടിയെ, പാവം പെൺകുട്ടിയെ ഇതിൽ ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഒരു പാവം പെൺകുട്ടിയെ ഇതിൽ പെടുത്തുന്നതെന്നാണ് ചോദിച്ചത്. അതായത് ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ, ആ ലൈവിൽ തൊപ്പിക്കെതിരായിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ ഹനാൻഷയുടെ കുടുംബത്തിലെ ഒരു കുട്ടിയുടെ അവൻ പറയുന്നൊരു കാര്യം ഞാൻ യൂസ് ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. സംഭവം ശരിയാണ്, ഞാൻ ചെയ്തത് ഒരു ഒഫൻസാണ്. അതിൻ്റെ പേരിൽ എനിക്ക് കേസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ന്യായീകരിക്കുന്നു, അല്ലെങ്കിൽ അത് ഞാൻ ഇത് ശരിവെക്കുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഹനാൻഷ ചെയ്തത് ഈ സെയിം ലെവൽ ഓഫ് പരിപാടി തന്നെയല്ലേ ചെയ്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ഒരു പരിപാടിയല്ലേ മൂപ്പർ ചെയ്തത്? കാരണം മൂപ്പറുടെ വീട്ടിൽ മാത്രമേ പെൺകുട്ടികളുള്ളോ, അല്ലെങ്കിൽ മൂപ്പറുടെ വീട്ടിൽ പറയുന്നതിന് മാത്രമേ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുള്ളോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 2 ദിവസം മുമ്പുള്ള, അതായത് ഈ പ്രശ്നം നടക്കുന്നതിന് മുമ്പുള്ള ഞാനൊരു വീഡിയോ ഇട്ട് പിറ്റേ ദിവസം മൂപ്പര് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും കുറച്ച് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞെന്തോ ജസ്റ്റ് ഒരു തമ്മിൽ ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുത്തു. എന്നിട്ട് പിന്നെ മൂപ്പറുടെ ഡെയിലി തിങ്സായ പരിപാടികൾ ചെയ്യുന്ന ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ക്യാപ്ഷൻ മൂപ്പർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിൽ ഇടപെടാൻ ആവശ്യമില്ലാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു നന്മപരമാണെങ്കിൽ, ഇതിൽ യാതൊരു തരത്തിലും ഒരു 0.1% പോലും ഇതിൽ ഒരു തരത്തിലും മൂപ്പർക്ക് ഇതിൽ ഇടപെടേണ്ടയോ അല്ലെങ്കിൽ ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്യാപ്ഷൻ കൊടുക്കുകയോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടേണ്ട ആവശ്യം മൂപ്പർക്ക് വരുന്നില്ല. സോ ദ ബേസിക് തിങ് ഈസ് റീച്ച് ഓർ മണി. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നാ, അല്ലെങ്കിൽ ഇത് രണ്ടുമാ. ഓക്കെ. പിന്നെ ഉള്ളത് ഖാദർ കരിപ്പൊടിൻ്റെ കേസിൽ ഈ പറഞ്ഞ പോലെ എനിക്കിതിൽ എല്ലാത്തിലും എനിക്ക് ലാസ്റ്റ് എത്താൻ പറ്റുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജൻറ്റാണ്. കാരണം എൻ്റെ ഒരു മൂത്രം പരിശോധിച്ചോ അല്ലെങ്കിൽ എന്തോ തീട്ടം പരിശോധിച്ചോ മൂപ്പര് നടക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഏജൻറ്റാണ്, CBI ആണ്, സേതുരാമയ്യർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മൂത്രത്തിൻ്റെയും തീട്ടത്തിൻ്റെ ഒക്കെ പുറകെ മണപ്പിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ അതിൽ എന്താന്ന് വെച്ചാൽ, അതിൽ ഞാൻ ഡ്രഗ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഡ്രഗ് മീൻസ് ഞാൻ എടുത്ത് തന്നെ അത് തന്നെ ഞാൻ ഇതാക്കി പറയാം. എനിക്കിത് ഗൈഡ് ലൈൻ കിട്ടുമോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം THC ഞാൻ യൂസ് ചെയ്തു. THC എന്ന് പറഞ്ഞ കണ്ടന്റ് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ എൻ്റെ യൂറിൻ ടെസ്റ്റിൽ, മൂത്ര ടെസ്റ്റിൽ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരൊരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ ഒരു CBI അന്വേഷണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ട്വിസ്റ്റ്, ദൃശ്യം 3ന്റെ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ മൂപ്പര് എൻ്റെ മൂത്രം പരിശോധിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് തപ്പിയെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഞാനൊരു കാര്യം ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ ഞാൻ വന്നതെന്ന് ഞാൻ പറയും. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യം എന്താണെന്നുള്ളതോ ഞാൻ വേറെ രീതിയിൽ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ പുറത്ത് വരും. അപ്പം നിങ്ങളത് കണ്ടാൽ മതി. ഓക്കെ. അത് ഞാൻ, അല്ലെങ്കിൽ ഞാൻ അത് ഇവിടെ പറയാൻ എന്താണെന്ന് വെച്ചാൽ, അത് ഞാനിവിടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് വെളുപ്പിക്കാനായിട്ട് ഞാൻ വന്ന പോലെ. സോ എനിക്ക് അതിൻ്റെ വെയിറ്റ് വാഷ് അടിക്കുന്ന പരിപാടി ഇല്ല, അരിയണ്ണനെ പോലെ. ഓക്കെ. അപ്പം ഞാൻ അത് പറഞ്ഞുതരാം. ഈ പറഞ്ഞതുപോലെ ഖാദർ കരിപ്പൊടിൻ്റെ വധശ്രമം, ഹനാൻഷയുടെ ശരിക്കും പറഞ്ഞാൽ പൈസ വാങ്ങി. ഹനാൻഷ എന്താ പൊട്ടനാണോ? 10-25 വയസ്സുള്ള ഒരു വ്യക്തിയല്ലേ മൂപ്പര്. അപ്പം മൂപ്പർക്ക് എന്താ ബുദ്ധിയില്ലേ? മൂപ്പർക്ക് എന്താ ചിന്തിക്കാനുള്ള കഴിവില്ലേ? ഈ പറഞ്ഞ സ്വന്തം വീട്ടിലൊരാളെ പറഞ്ഞപ്പോൾ അതൊക്കെ തെറ്റ് തന്നെയാണ്, ഞാൻ അതിനെ ന്യായീകരിക്കില്ല. ഈ പറഞ്ഞ പോലെ കൊള്ളാനും അമർഷം കൊള്ളാനും ചെന്നിത്തലനെ കണ്ട് അതിന് റീലെടുക്കാനും അത് റീലെടുത്ത് ഫോട്ടോ എടുത്തിടാനും ഇതിനൊക്കെ പറ്റുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ സാമൂഹ്യ ബോധമുള്ള മലപ്പുറംകാരുടെ ദൈവമായ വ്യക്തിക്ക് എന്തുകൊണ്ട് ഒരു കുട്ടി വന്ന് ആരോപിച്ചപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പോലീസിനെ സമീപിച്ചില്ല, അല്ലെങ്കിൽ അതിന് അതിന് കൂട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞില്ല? അതായത് ഇതിന് എനിക്ക് കൂട്ടു നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ല. എന്താ, പടം കിട്ടണമായിരുന്നോ? അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം കൂടിയോ? റീച്ച്, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ച് സിനിമാ നടനാകാൻ വേണ്ടി ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത വന്നോ? അല്ല, ഇതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ഖാദർ കരിപ്പൊടിൻ്റെ കാര്യം, കരിപ്പൊടി, അരിപ്പൊടി, വാട്ടവർ, മൂപ്പറുടെ കാര്യം,
അപ്പോൾ മൂപ്പർ ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ കണ്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ കാസറ്റ് ഇവർ മുമ്പ് ഞാൻ കുറേ ഇവരുടെ ലൈവും ലൈക്ക് ഇൻസ്റ്റാഗ്രാം ലൈവൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ ഹക്കീമും സീക്രട്ട് ഏജൻറ്റുമായിട്ട് സംസാരിക്കുന്നെന്തോ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർ ഫ്രണ്ട്സാണ്, ദേവർ ഫ്രണ്ട്സ്. സോ എനിക്ക് ഇതിൽ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇത് മലബാർ സൈഡിനെ ഇതാക്കുന്നതാണോ? മലബാർ സൈഡാണെങ്കിൽ എന്നെ ഇതാക്കണ്ടേ? ഞാൻ മലബാർ സൈഡാ, എന്നെ ഇതിൽ പെടുത്തിയിട്ടില്ല. തൊപ്പീനെ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, ഹനാൻഷാനെ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, ഖാദർ കരിപ്പൊടീനെ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ആര്? സീക്രട്ട് ഏജന്റ്. ഇതിന്റെ ബാക്കിലുള്ള റീസൺസ് എന്താ? ഞാൻ ഒരു വീഡിയോ കണ്ടു മൂപ്പരുടെ, ഈ പറഞ്ഞ പോലെ ഹനാൻഷാനെ വിക്റ്റിമാക്കിയെ കൊണ്ട് മൂപ്പരൊരു വീഡിയോ ഇട്ടു. എൻ്റെ തീട്ടും മൂത്രവും പരിശോധിക്കാൻ നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഹനാൻഷാന്റെ ഇഷ്യൂ വരുമ്പം എന്തുകൊണ്ട് നട്ടലുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ പറഞ്ഞ പോലെ എൻ്റെ വിഷയം വന്ന പുറഞ്ഞു തുള്ളി എന്ന് പറഞ്ഞ് ഇങ്ങനെ രാത്രി കാറിന്റെ പുറത്തിറങ്ങി വീഡിയോ എടുത്ത മൂപ്പര് എന്തുകൊണ്ട് ഹനാൻഷാന്റെ വിഷയം വന്നപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ സൈലന്റ് ആയി? അല്ലെങ്കിൽ അതിൽ എന്തുകൊണ്ട് മൂപ്പര് ഈ പറഞ്ഞ പോലെ ഹനാൻഷാ ഇതിൽ പെട്ടുപോയി, ഹനാൻഷാനെ ഇവർ പെടുത്തി കളഞ്ഞു, ഹനാൻഷാനെ പെപ്പയും അക്കീമും കൂടി ഇതിൽ പെടുത്തിയതാണ്, ഹനാൻഷാക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ല, ഹനാൻഷ പാവം, ഹനാൻഷ മലപ്പുറംകാരുടെ ദൈവം, എന്താന്ന് എനിക്കറിയില്ല. ഇതെന്താ മലബാർ ബെൽറ്റാണോ ഇത്? എനിക്കറിയില്ല എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഹനാൻഷാനെ മൂപ്പര് ന്യായീകരിച്ചു എന്നും. അല്ല, മൂപ്പരുടെ കയ്യിൽ നിൽക്കുന്നതല്ല. ഒന്നാമത് മൂപ്പർ എത്ര ന്യായീകരിച്ചെന്ന് പറഞ്ഞാൽ മൂപ്പരുടെ കയ്യിൽ നിൽക്കുന്നതല്ല. ഓക്കെ, അപ്പൊ ഹനാൻഷാനെ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ സമ്മതിച്ച ഒരാളെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ എൻ്റെ ഈ മൂത്രത്തിൻ്റെയും തീട്ടത്തിൻ്റെയും പ്രശ്നം ഉണ്ടായ സമയത്ത് മൂപ്പര് ഒരിക്കൽ പോലും എന്നെ കോണ്ടാക്ട് ചെയ്യോ, എന്നെ വിളിച്ചോ, അല്ലെങ്കിൽ എന്നോട് സമീപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ വിളിച്ചായിരുന്നു. എപ്പം എന്നറിയോ? ഈ സംഭവം എൻ്റെ വീഡിയോ ഇട്ട് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അവിടെ നിന്നൊക്കെ എനിക്ക് പ്രഷർ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു ഇതിൽ വേറൊരു സത്യമുണ്ട്, നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പം ഈ സംഭവം നടന്ന സമയത്ത് മൂപ്പര് എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കുകയോ, അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമോ, അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യം അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നുണ്ട് എന്ന് പറയാനെങ്കിലും എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മൂപ്പര് എന്നെ സമീപിച്ച എപ്പാന്ന് വെച്ചാൽ മൂപ്പരുടെ അതിൻ്റെ ഇടയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ ഞാൻ ഇതാ ഒരു റിവെഞ്ച് പരിപാടി എന്തോ മാസ് കയറിയിട്ട് ഞാനൊരു വീഡിയോ ഇടും, നീ അത് കാണണം, നിന്നെ ഞാൻ മറ്റേതാക്കും മറിച്ചേക്കും എന്നിട്ട് എന്തോ ഒരു വോയിസ് മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഷമീറ, ഞാൻ വീഡിയോ ഇപ്പൊ തന്നെ ചെയ്യും, നാളത്തേക്കൊന്നും വെക്കലില്ല. ഒന്ന് ഓക്കെ, ആ വീഡിയോ എന്താണെങ്കിലും ഫുള്ളായിട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കാണണം, അതൊന്ന്. പിന്നെ ഈ പറഞ്ഞ ദുബായിൽ നിന്നുള്ള തൊപ്പീന്റെ മെത്ത റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവിന്റെ സാധനം ഇന്ത്യയിൽ ഇപ്പോഴാവും എത്തിയിട്ടുണ്ടാവുക. ഇന്ത്യയിൽ മുന്നേ എത്തിയതാണ്. ഇതേ ചെങ്ങായി വേറൊരു ആൾ ത്രൂ കോണ്ടാക്ട് ചെയ്തിട്ട് കാശുണ്ടെങ്കിൽ കണ്ടന്റ് തരാറുണ്ട്. ഇപ്പം ഈയൊക്കെ ഇപ്പം എനിക്ക് ഒരേ കണക്കാണ്. പക്ഷെ എന്താ പറയുക, പബ്ലിക്കിൽ ഓടുന്നൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് മാത്രമാണ് ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളെ പേഴ്സണൽ ലൈഫിക്കോ നിങ്ങളെ പുറത്ത് വരാത്ത സാധനങ്ങൾക്കോ ഒന്നും ഞാനില്ല. പബ്ലിക്കായിട്ട് ഈ ഇടുന്ന് ഞാൻ ഓഡിറ്റ് ചെയ്യാതെ ഞാൻ കണ്ടന്റ് ചെയ്യും. ഓക്കെ, ഈ പറഞ്ഞ തൊപ്പീന്റെ സാധനം എനിക്ക് കാശ് കൊടുത്ത് വാങ്ങി ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. മനസ്സിലായില്ലേ? പബ്ലിക്കിൽ ഈ സാധനം വന്നാൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് എൻ്റെ ഓഡിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അതിൽ ഞാൻ മൂപ്പർക്ക് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചതാ ഫസ്റ്റ്. അപ്പോൾ മൂപ്പരോട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, തൊപ്പിയുടെ ഡ്രഗ് യൂസ് ചെയ്യുന്നതിൻ്റെ സോളിഡ്, അതായത് തൊപ്പി മെത്താംഫെറ്റമിൻ യൂസ് ചെയ്യുന്നതിൻ്റെ സോളിഡ് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ മൂപ്പർക്ക് മെസ്സേജ് അയച്ചത്. മൂപ്പർക്ക് അത് വേണ്ട, മനസ്സിലായോ? മൂപ്പർക്ക് അത് വേണ്ട. മൂപ്പർ അത് പറഞ്ഞത് അത് അവിടെ നിൽക്കട്ടെ, അത് എന്താ അതിന് എന്തോ ഒരു മുടന്ത ന്യായം പറഞ്ഞു. അത് എന്താന്ന് ഞാൻ മറന്നുപോയി. എന്തോ ഒരു മുടന്ത ന്യായം പറഞ്ഞു. അത് കംപ്ലീറ്റ്ലി അത് ഇഗ്നോർ ചെയ്തു, അത് ഔട്ട് ഓഫ് ദി ലീഗാക്കി കളഞ്ഞു അതിനെ. അതെന്താന്ന് എനിക്കറിയില്ല. അപ്പോൾ തൊപ്പീനെ ഈ പറഞ്ഞ പോലെ വെളുപ്പിക്കാൻ കുറേ നാളായിട്ട് മൂപ്പര് ശ്രമിക്കും. ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇടും, അതായത് നിങ്ങൾക്ക് കാണുന്നവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ തൊപ്പീനെ ചെറ്റാന്നും നാറിയെന്നും ക്രിമിനലിനൊക്കെ വിളിക്കും. തൊപ്പീനെയും എന്നെയും ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരെയും ക്രിമിനലിന് വിളിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഹണി ട്രാപ്പിൽ കൂടെ നിന്ന, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ 25 ലക്ഷം രൂപ വാങ്ങി അതിന് ഇടനിലക്കാരനായി നിന്നു, അതിന് കൂടെ നിന്ന ഒരാളെ എന്തുകൊണ്ട് നിങ്ങൾ ന്യായീകരിക്കുന്നു? അതിൻ്റെ റീസൺ എന്താ? എനിക്കത് അറിയില്ല അതിൻ്റെ റീസൺ എന്താന്നുള്ള കാര്യം. അതെന്തൊരു അബ്സേർഡ് ആയിട്ടുള്ള കാര്യമാണത്.
അതിന് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ ന്യായീകരിച്ച് അതിനൊരു വിക്ടിം കാർഡ് ഇറക്കി കൊടുക്കുക എന്ന് പറഞ്ഞ സംഭവം. എൻ്റെ ഒരു മൂത്രത്തിൻ്റെയും നീട്ടത്തിൻ്റെയും കേസ് വരുമ്പം അതിൽ ഉറഞ്ഞു തുള്ളാനും അതിൽ എന്ന് പറഞ്ഞ് തുള്ളാനൊക്കെ മറ്റേ എന്താ പറയുക, CBI സേതുരാമയ്യർ കളിക്കുന്ന ആൾക്ക് എന്തുകൊണ്ട് ഇത്തരം കാര്യത്തിൽ വായ പൊന്തുന്നില്ല, അല്ലെങ്കിൽ ഉറപ്പ് കിട്ടുന്നില്ല? എവിടെയാ ഉറപ്പിൻ്റെ നഷ്ടം എവിടെ വരുന്നത്? അതെന്താ ഈ പറഞ്ഞ ഓഡിയൻസിനെ ഇതാക്കിയിട്ടാണോ, അല്ലെങ്കിൽ ഓഡിയൻസിനെ പേടിച്ചിട്ടാണോ? ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഇത്ര ലക്ഷം ഓഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഇത്ര ഓഡിയൻസ് ഉണ്ട്, സോ ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്കത് ബാധിക്കുന്നുള്ള ഒരു കരിയർ തന്ത്രമല്ലേ അതല്ലേ? അതല്ലാണ്ട് എന്ത് പറയണം? ഈ പറഞ്ഞ പോലെ തൊപ്പീൻ്റെ കേസിനാണെങ്കിലും ഇത് തന്നെയല്ലേ മൂപ്പര് ചെയ്തത്? എന്തോ 2 or 3 കുറ്റം പറഞ്ഞു ഫസ്റ്റിൽ, കാരണം അത് സപ്പോർട്ട് എനിക്കായതുകൊണ്ടും നമുക്കായതുകൊണ്ടും ആ സമയത്ത് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ തൊപ്പി ഒരു ലൈവ് വന്ന്, അതിന് ശേഷം ഞാനൊരു ലൈവ് വന്ന സമയത്ത്, അല്ലെങ്കിൽ തൊപ്പി ലൈവ് വന്നതിന് ശേഷമുള്ള മൂപ്പറുടെ വ്ളോഗോ പരിപാടിയോ കണ്ടാൽ മതി, അത് കംപ്ലീറ്റ് വെയിറ്റ് വാഷിങ്ങാ. അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയും ചെറുതായിട്ടായിരിക്കും തട്ടാത്ത രീതിയിൽ കുറ്റം പറഞ്ഞ് കംപ്ലീറ്റ് വെയിറ്റ് വാഷ് ചെയ്ത് ഇവരെ വിട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നാളെയോ മറ്റന്നാളെയോ ഇവർ തിരിച്ചു വരുമ്പോൾ ഇവർക്ക് ആ ഓഡിയൻസ് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയും, ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ എന്ത് തെണ്ടിത്തരം ചെയ്താലും അല്ലെങ്കിൽ എന്ത് കുറ്റം ചെയ്ത് കഴിഞ്ഞാലും നാളെ ഇവരുടെ ഓഡിയൻസ് എൻ്റെ അടുത്തേക്ക് വരണം, അപ്പം ഞാൻ ഇവരെ വെറുപ്പിക്കരുത് എന്നുള്ള ചിന്തയുമാണ് ഈ സംഭവത്തിൽ എത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ, ഹനാൻ ഷാക്കും ഈ പറഞ്ഞ ഹക്കീമിനും ഖാദർ കരിപ്പൊടിക്കും ഒക്കെ കാര്യമാണ് ഈ സീക്രട്ട് ഏജന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മൂപ്പർക്ക് അരി വാങ്ങണം, മനസ്സിലായോ? ഈ നമ്മൾ തൊപ്പീൻ്റെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് തന്നെ മൂപ്പർക്ക് അറിയാം ഇതൊരു കൺക്ലൂഷൻ എത്തിയിട്ട് മൂപ്പർക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഇടാം. മൂപ്പർ അത് ചെയ്യൂല. ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് അതിനൊരു വീഡിയോ വരും. ഞാൻ 20 മിനിറ്റാന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു 55 മിനിറ്റ് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ വരും. അതിനുശേഷം പിറ്റേ ദിവസം തൊപ്പി ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ അതിന് 1 മണിക്കൂർ മൂപ്പർക്കറിയാം പിറ്റേ ദിവസം ഇതിനുള്ള റിപ്ലൈ വരും. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അതുവരെയുള്ള വ്യൂവർഷിപ്പും അതുവരെയുള്ള പൈസയും നഷ്ടപ്പെട്ടാലോ. മനസ്സിലായോ? അൾട്ടിമേറ്റ് തിങ് ഈസ് അരി. മനസ്സിലായോ? അൾട്ടിമേറ്റ് തിങ് ഈസ് അരി. അപ്പോൾ ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ് തിങ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. മനസ്സിലായോ? മൂപ്പര് ഇതല്ല എന്നൊക്കെ പറയുമെങ്കിലും എന്നോട് പറഞ്ഞത് അതാ, എനിക്ക് ഇതിൽ അരി വാങ്ങാനല്ലെങ്കിൽ എന്തിനാണ് ബ്രോ ഈ പറഞ്ഞ പോലെ ഡെയിലി ഈ പറഞ്ഞ പോലെ 1 മണിക്കൂർ വ്ളോഗ് വെച്ച് ഞാൻ ഒരു കാര്യമായിട്ടൊരു കാര്യം ചോദിക്കാം, നിങ്ങളെ കണ്ടന്റ് എന്താണെന്ന് എനിക്ക് ഇന്നേവരായിട്ട് മനസ്സിലായില്ല. അതായത് ബാക്കിയുള്ള ആൾക്കാരുടെ കണ്ടന്റ് ഉണ്ട്, ബാക്കിയുള്ള ഇപ്പം ഞാനാണെങ്കിലും തൊപ്പിയാണെങ്കിലും ഹനാൻഷയാണെങ്കിലും നമ്മളൊക്കെ കണ്ടന്റ് ചെയ്തിട്ട് വന്ന ആൾക്കാരാണ്. ഓക്കെ, നമ്മളൊക്കെ കണ്ടന്റ് ചെയ്യാറുണ്ട്, അതായത് ലൈവ് ചെയ്യാറുണ്ട്, വ്ളോഗ് ചെയ്യാറുണ്ട്, ആൾക്കാരെ ചിരിപ്പിക്കാറുണ്ട്, ചിന്തിപ്പിക്കാറുണ്ട്, കരയിപ്പിക്കാറുണ്ട്. വാട്ട് എവർ വി ആർ ഡൂയിങ് കണ്ടന്റ്സ്. മനസ്സിലായോ? ഇത് എന്ത് തരത്തിലുള്ള കണ്ടന്റ്? അതായത് ബാക്കിയുള്ള ആൾക്കാരെ പിടിച്ച് അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റോ, അല്ലെങ്കിൽ അവർ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഇതിനെ വലിച്ചു കീറിക്കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട്, അതും വലിച്ചു കീറുന്നതിന് കുഴപ്പമില്ല, ഈ കംപ്ലീറ്റ്ലി ഇതായിട്ട് എന്താ പറയുക, ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓഡിയൻസ് ബേസിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഇതാക്കി കൊടുത്ത് കയറി വരാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ കയറി വരില്ല എന്ന് വലിയ ഉറപ്പില്ലാത്ത ആൾക്കാരെ അടിച്ച് താഴ്ത്തി തീർത്തുകൊണ്ട് ബാക്കിയുള്ളവരെ എന്താ പറയുക ഓംബ്രാന്നും പറഞ്ഞ് ഈ പറഞ്ഞ പോലെ എന്നാൽ എൻ്റെ ക്യാരക്ടർ വിട്ടുപോകാത്ത രീതിയിൽ വെളുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഈ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലും നല്ലത് വേറെന്തെങ്കിലും പണി നോക്കലല്ലേ ബ്രോ? വേറെന്തെങ്കിലും പണി നോക്കലല്ലേ അതിൻ്റെ ഒരു ന്യായം അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു സാമാന്യ പരിപാടി അതല്ലേ? ഹനാൻ ഷാൻ്റെ ഇട്ടു, വെളുപ്പിച്ചു. കാരണം അത് ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ മൂപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം ഒന്ന് ഇട്ടു, ഒന്ന് വെളുപ്പിക്കുക, അങ്ങ് വിടുക. മനസ്സിലായോ? ആ പരിപാടി നല്ല സക്സസ്ഫുൾ ആയിട്ട് മൂപ്പര് ചെയ്തിട്ടുണ്ട്. അതുകൂടി കണ്ടോണ്ടാണ് എനിക്ക് ഇത്ര പൊളിഞ്ഞത്. മനസ്സിലായോ? കാരണം എൻ്റെ തീട്ടത്തിൻ്റെയും മൂത്രത്തിൻ്റെയും ബാക്കിൽ നിന്ന് നടക്കുമ്പോൾ ഇപ്പുറത്ത് ഈ പറഞ്ഞ പോലെ ഹണി ട്രാപ്പ്, ഒരു പെണ്ണിനെ പൈസ വാങ്ങിയിട്ട് അത് വേറൊരുത്തിന് കൊടുക്കുന്ന കൂട്ടത്തിൽ നീയും അത് തന്നെയല്ലടാ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നീയും അതിന് തന്നെയല്ല ചെയ്തത്. ഇവൻ എന്നെ എന്തോ എക്സ്പോസ് ചെയ്യും, എന്നെ എന്തോ പേഴ്സണലി ഇതാക്കും എന്ന് പറഞ്ഞ് കുറച്ച് നാളായിട്ട് ഈ സീക്രട്ട് ഏജന്റ് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ ഒരു പെണ്ണിനെ, ഞാനൊരു കൊലപാതകവും ചെയ്തിട്ടില്ല. അതിൻ്റെ അപ്പുറത്തോട്ട് ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സാധനം
ഈ പറഞ്ഞ കുറച്ച് നാൾക്ക് അന്നേരം യൂസ് ചെയ്തല്ലാണ്ട് അതിന് ശേഷം ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല. ഈ പറഞ്ഞ ബാക്കി ഇതും ഞാൻ യൂസ് ചെയ്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പം അതിൻ്റെ പുറമെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇവ എന്നെ വെല്ലുവിളിച്ചത് അല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തിയതാ. അതായത് ഇവൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ വീഡിയോക്ക് കോപ്പിറൈറ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തിയതാ ഈ വ്യക്തി, സീക്രട്ട് ഏജൻറ്റ്. ആ റെക്കോർഡ് ഞാൻ ഇവിടെ കൊടുക്കാം. ഞാൻ എഗെയിൻ ചോദിക്കുന്നു, ഈ അത്ര മൊണ്ണയാണോ ഷമീറ? പ്ലീസ് അതൊന്നും ഇനി പറയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡ്രഗ് ടെസ്റ്റിൻ്റെ കാര്യം ഈ ഓപ്പൺ ആയിട്ട് പബ്ലിക്കിലിട്ടത് പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇതിലും കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. ഇതൊന്ന് ആലോചിച്ച് നോക്ക്, ഇന്ത്യയിൽ എന്തൊക്കെ കാണുമായിരിക്കും. അത് ഭയങ്കര മോശം സാധനങ്ങളാണ്. ഞാൻ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല പബ്ലിക്കിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ തീർക്കാനാണ് ഇപ്പം എൻ്റെ ചെക്കൻ ഇപ്പം പറഞ്ഞത്. ഇയാൾ പറയുകയാണ് ഇപ്പം, ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. അനക്കിത് മാറ്റിക്കാൻ പറ്റൂലോ, ഇവനെ കൊണ്ട് മാറ്റിച്ചോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് പേഴ്സണലി എടുത്ത് എനിക്ക് അടി കിട്ടിയത് പേഴ്സണലാവും. പിന്നെ ഇത് ഇവിടെ എവിടെയും ഞാൻ തീർക്കില്ല. അത് ഞാൻ ചെയ്യും, എനിക്കിത് തല്ലി വല്യാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ എനിക്ക് ചിന്തിക്കേണ്ടിയിരുന്നു. മനസ്സിലായോ? എൻ്റെ ഈ ഞൊണ്ടാ മുന്നേ കേസൊന്നും അല്ല, ഏത് ഈ ഡ്രഗ് ടെസ്റ്റ് കേസ് പരിപാടിയൊന്നും അല്ല. ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഈ ടൈം എടുത്തോ. ആ ചെക്കൻ വന്നിട്ട് ഇത് മാറ്റി ഇത് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഗെയിൻ എനിക്കൊരു ഓപ്ഷൻ തരികയാണ്. അത് ഞാനതന്നെ ആ വിഷയം ഓക്കെ, ഇതിവിടെ നിർത്തിയ, ഇതിവിടെ തീർന്ന, ഇത് റിട്രീവ് അടിച്ചാൽ ഇതിവിടെ കഴിയും. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പേഴ്സണലി എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല. എന്നെ ഭീഷണിപ്പെടുത്തിയതാ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നീ പുളുത്താൻ പറ്റുന്നത് നീ പുളുത്ത്. ഓക്കെ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി ഉണ്ടല്ലോ. എന്താ എൻ്റെ ഭാവി തുലയ്ക്കോ, അല്ലെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെ വളർത്തിയോ, അതായത് തൊപ്പിയോ അനാൻഷായോ ഈ പറഞ്ഞ നിനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നിന്റെ മലബാർ ബെൽറ്റിനെ നിനക്ക് ഇതാക്കാനോ വാട്ടവർ നിനക്ക് എന്താണോ അവരെ ചെയ്യേണ്ടത് അത് നീ ചെയ്തോ. എനിക്കൊരു പുല്ലുമില്ല. നീ എന്നെ ഭീഷണിപ്പെടുത്തിയല്ലോ, എന്നെന്തോ ചെയ്യുന്നോ, എൻ്റെ എന്തോ എക്സ്പോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് എന്നെ നീ ഭീഷണിപ്പെടുത്തി. അപ്പം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ബ്രോനെ കൊണ്ട് പറ്റാവുന്ന എന്താന്ന് വെച്ചാൽ അത് ചെയ്. ഓക്കെ, നോ പ്രോബ്ലം. കാരണം ഞാൻ ഓൾറെഡി ഈ പറഞ്ഞ എൻ്റെ കുറേ ഫാമിലിയിലും ഇതിലൊക്കെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വ്യക്തിപരമായിട്ട് ഞാൻ കുറേ അധികം ബുദ്ധിമുട്ടി. ഞാൻ എന്താന്ന് പറഞ്ഞ് ഞാൻ സാധാരണ പിടിക്കാൻ വരുന്നില്ല. അപ്പം ഞാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം നീയാ, മനസ്സിലായോ? ആ നീ ഈ പറഞ്ഞ പോലെ ഖാദർ കരിപ്പൊടിയും ഈ പറഞ്ഞ ഹനാൻഷായും ഈ പറഞ്ഞ ലൈവിൽ വന്ന് മെത്തടിക്കുന്ന ഒന്നും നിനക്ക് മിണ്ടാൻ പറ്റൂലെങ്കിൽ പിന്നെന്ത് CBI ആണോ നീ? ഈ കണ്ടവൻ്റെ തീട്ടും മൂത്രവും മാത്രം പരിശോധിക്കാൻ നടക്കുന്ന CBI ആണോടാ സീക്രട്ട് ഏജന്റ് നീ? ആണോ? അതാണോ നിന്റെ ഈ പറഞ്ഞ ക്രെഡിബിലിറ്റി? നീ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, അതാണോ നിന്റെ ക്രെഡിബിലിറ്റി? കണ്ടവൻ്റെ തീട്ടും മൂത്രവും പരിശോധിച്ച് അത് പോസിറ്റീവാണോ അത് നെഗറ്റീവാണോ അതിനുള്ള ഇത് ഞാൻ വരുന്നുണ്ട്. ഈ പറഞ്ഞ തീട്ടവും മൂത്രവും നോക്കി നടന്ന് അത് തപ്പിയെടുത്ത് അത് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ച് മാസാവുന്ന നീ എന്തുകൊണ്ട് ഈ പറഞ്ഞ പെണ്ണുപിടി, ഉപയോഗിച്ചവൻ, വധശ്രമം, ഇതൊന്നും നിനക്ക് ക്രിമിനൽ ഒഫൻസ് ആയിട്ട് നിനക്ക് തോന്നുന്നില്ലടാ അരി? ഓക്കെ, അരി മൊണ്ണേ. അപ്പോൾ നീ കുറേ നാളായിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ മെൻ്റലി എനിക്ക് വേറെ വെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ നിന്നോട് സഹതാപവും ഇതും ഞാൻ കാണിക്കുന്നുണ്ട്. എനിക്കത് പറ്റുന്നില്ല, മനസ്സിലായി? എൻ്റെ ക്യാരക്ടർ അതല്ല. ഓക്കെ, എൻ്റെ ക്യാരക്ടർ അതല്ല. എനിക്ക് സത്യം പറയണം. നീ എന്നെ എത്ര ഇതാക്കാൻ നോക്കിയാലും, എൻ്റെ ചാനൽ പൂട്ടിക്കും എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എടുത്ത് എക്സ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, മനസ്സിലായോ? ഒരു കുഴപ്പമില്ല. എനിക്ക് തന്നെ ഇതിൽ കൂടുതൽ എനിക്ക് ഇതാവാനൊന്നുമില്ല എനിക്ക്. കാരണം ഈ പറഞ്ഞ പോലെ ചെയ്യാത്ത കുറേ തെറ്റുകളിൽ ഞാൻ നിൻ്റെയൊക്കെ ഇതിന് കൂടെ നിന്ന്, അല്ലെങ്കിൽ നിൻ്റെയൊക്കെ ഈ പറഞ്ഞ പോലെ വാക്കും കേട്ട് ഞാൻ നിന്ന്, നിൻ്റെ എന്നല്ല കുറേ എണ്ണത്തിൻ്റെ വാക്ക് കേട്ട് നിന്ന് ഞാൻ എൻ്റെ ജീവിതം കുറേ രീതിക്ക് ഞാൻ മോചിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ കളിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ കുറച്ച് ടീംസ് ഉണ്ട്. ആരൊക്കെയാ? സിയാഫ് മട്ടാഞ്ചേരി, പിന്നെ ഈ മിസ്റ്റർ കണ്ണൂർ 7 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പുണ്ടകൾ തന്നെ പറയാം, കുറച്ച് പുണ്ടകളുണ്ട്. ഇവന്മാരൊക്കെ ഈ വന്ന് തൊപ്പീനൊക്കെ കടന്ന് കുറേ നന്മയാക്കുന്നുണ്ട്. തൊപ്പീൻ്റെ ബാക്കിൽ നിന്ന് ഞാൻ കുത്തിയെന്നോ, അല്ലെങ്കിൽ തൊപ്പീൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ കുത്തിയെന്നൊക്കെ പറഞ്ഞ് 12 വർഷം 13 വർഷം കൂടെ നിന്ന്
ഈ പറഞ്ഞ പോലെ ഓനെ എന്നെ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്നു. ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരുത്തൻ അങ്ങ് ഇതായി പോവോ? നമ്മൾ 7 പേരുണ്ട്. 7 പേരിൽ നീയൊക്കെ എൻ്റെ പേര് വെച്ച് മാത്രം എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു? ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന് കോമാളി കളിച്ചും ക്യാമറയുടെ മുമ്പിൽ വന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ഒന്ന് ഡോറെടുക്കുമോ? ഓക്കെ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ഓൻ ചെയ്ത് എന്തൊക്കെ പരിപാടിയാണോ അതൊക്കെ തന്നെ ചെയ്ത് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ലെവലിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇടാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഷമീർ ഇവനെ ബാക്കിൽ നിന്ന് കുത്തി എന്ന് പറയാൻ പറ്റുന്ന ലെവലിലേക്ക് ഞാൻ എത്തിയത് ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാടാ. മനസ്സിലായോ? അപ്പം എനിക്ക് പറയാനുള്ള ഈ സിയാഫ് മട്ടാഞ്ചേരിന്നോ പിന്നെന്താ മിസ്റ്റർ കണ്ണൂർ സാധനം ഇങ്ങനെ കുറച്ച് എന്തൊക്കെ നാറുകൾ ഈ പറഞ്ഞ പോലെ കുറേ നന്മ തൊപ്പീൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ കുത്തിന്നോ തൊപ്പീൻ്റെ ബാക്കിൽ നമ്മൾ മൂഞ്ചിന്നോ നമ്മളെന്തോ കട്ടപ്പ എന്നൊക്കെ പറഞ്ഞ് കുറേ നാറികൾ ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ഇവന്മാർക്ക് ഈ പറഞ്ഞ പോലെ എന്നെ ന്യായീകരിച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്നതിനെക്കാട്ടി 10 ലൈക്കോ അല്ലെങ്കിൽ 1 ലക്ഷം ലൈക്കോ കൂടുതൽ ഈ പറഞ്ഞ പോലെ തൊപ്പീനെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. മനസ്സിലായോ? ഓനെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇവന്മാരൊന്നും ഇത് അനുഭവിച്ചിട്ടോ ഇവന്മാർക്കൊന്നും ഇത് മനസ്സിലായിട്ടോ ഇല്ല. കാരണം ഇവൻ്റെ എല്ലാം വീട്ടിലെ പെങ്ങളെയോ ബാക്കിയുള്ളവരെയോ ഇവൻ ഇത് പറയുകയോ ഇതാക്കുകയോ ചെയ്തതിനെ ഇവനെ കൂടെ നിൽക്കുമായിരിക്കും. ആര്? ഈ പറഞ്ഞ ഞാൻ ഈ പേര് പറഞ്ഞ നാറികൾ കൂട്ടിക്കൊടുപ്പിന് ഇതിനും കൂടെ നിൽക്കുമായിരിക്കും. കാരണം അതുകൊണ്ടാണല്ലോ ഈ നാറികൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. കാരണം 10 ലൈക്കും 5 കമൻറ്റ് കൂടുതലും കിട്ടുമെങ്കിൽ ഓന് പോയിട്ട് കുഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞ പരിപാടികൾ നീയൊക്കെ ചെയ്യും. മനസ്സിലായോ? നീയൊക്കെ ചെയ്യും. അതിനുശേഷം സത്യം തെളിഞ്ഞിട്ടും ഇതിനെക്കുറിച്ചൊന്ന് പറയാനോ ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കാനോ നിങ്ങൾക്കൊന്നും ഉറപ്പോ കഴിവോ ഉണ്ടാവില്ല. മനസ്സിലായോ? കാരണം അതെന്താണെന്ന് വെച്ചാൽ നീയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത് ഈ പറഞ്ഞ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ ലൈക്കിന് വേണ്ടിയിട്ടും ഷെയറിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. അല്ലാണ്ട് സമൂഹ നന്മ കളിച്ച് അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആണെന്നല്ലോ ഈ പറഞ്ഞ ഹക്കീം എൻ്റെ കാസറ്റ് അല്ലേ? ഈ പറഞ്ഞ പോലെ വന്ന് ലഹരിക്കെതിരെ പോരാടുന്നു, ലഹരിക്കെതിരെ മറ്റേതാക്കുന്നു, എന്നിട്ട് രാത്രിയാകുമ്പം ഈ പറഞ്ഞ മെത്താംഫെറ്റമിൻ യൂസ് ചെയ്തിട്ട് ഇരിക്കുന്നു അല്ലേ? അപ്പം നിനക്കൊക്കെ വേണ്ട എന്താ? റീച്ച് ചെയ്ത് സംഭവങ്ങൾ. അതിനെന്ത് ചെയ്യണം? നിങ്ങൾക്കൊക്കെ റീച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യണം? തൊപ്പിയെ കയറി സപ്പോർട്ട് ചെയ്യണം. ഈ തന്തയില്ലാത്തവരും ഇത്രയും നാണം കെട്ട പരിപാടിയും പെൺകുട്ടികളെ കുറിച്ച് ഇത്രയും അസഭ്യം പറഞ്ഞ തൊപ്പീനെ കുറിച്ച് 2 വാക്ക് എന്തെങ്കിലും തൊപ്പി എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ ഓനി ഈ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഓനി ചെയ്ത കാര്യം ബാക്കിൽ നിന്ന് കൊത്തിയ ഷമീർ പോടാ പുണ്ടച്ചി മോനെ. മനസ്സിലായോ? 12 കൊല്ലം ഓൻ്റെ കൂടെ നടന്നിട്ട് ഓന് വേണ്ടിയിട്ട് നീയൊക്കെ കാണാത്ത ഇതും എല്ലാം എന്താ പറയുക എന്തൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റുമോ നീയെല്ലാം അവിടെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് ഇരിക്കുന്ന സമയത്തും ഇവനൊന്നും ഒരു പുല്ലും ഈ തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തി ഒന്നും ഒരു പുല്ലും അല്ലാത്ത സമയത്തും ഓൻ്റെ കൂടെ നടന്നിട്ട് 12 കൊല്ലം കൂടെ നടന്നിട്ട് പെങ്ങടെ കല്യാണം വന്നപ്പോൾ 5 പൈസ ചോദിച്ചതിൻ്റെ പേരിൽ പോയി മൂഞ്ചറ മെയ്രിയെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ തൊപ്പി. മനസ്സിലായോ? അതുകൊണ്ട് ഓനൊക്കെ നീയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഈ പറഞ്ഞ ഓഡിയൻസിനെ ഇതിനെയും കണ്ട് നീയൊക്കെ ഓനെ സപ്പോർട്ട് ചെയ്തും ഓനൊക്കെ കുനിഞ്ഞു കൊടുത്തും ഓനൊക്കെ ഈ പറഞ്ഞ പോലെ ഓഡിയൻസ് ഉള്ളവനും ഇതുള്ളവനും കുനിഞ്ഞു കൊടുത്തും നക്കിക്കൊടുത്തും വെളുപ്പിച്ചും നീ ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടരും. മനസ്സിലായോ? ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ. ഇതിൻ്റെയൊക്കെ സ്ട്രാറ്റജി ഇങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഇവന്മാർക്ക് കുഞ്ഞു കൊടുത്തും ഇതാക്കിയും അങ്ങനെ പോവാന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി തെറ്റിച്ച മൈനോറിറ്റി എന്നുള്ള ഇതിലാണ് നീയൊക്കെ എനിക്കിട്ട് അല്ലെങ്കിൽ നമുക്കിട്ട് ഇതാക്കാൻ വരുന്നുണ്ടെങ്കിൽ ഈ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ മൈനോറിറ്റിക്കാവുന്ന എല്ലാ സ്ഥലത്തും പ്രശ്നം വരിക. മനസ്സിലായോ? ഒരിക്കലും മെജോറിറ്റിക്ക് പ്രശ്നം വരില്ല. മെജോറിറ്റി എപ്പം പവർഫുൾ ആയിരിക്കും. ഈ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്ന ആൾക്കാരെപ്പം കുറവായിരിക്കും. അല്ലെങ്കിൽ അവരെ ബലഹീനത അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെ ഈ പറഞ്ഞ പോലെ അവരെ വെളുപ്പിക്കാനോ അവരെ ഇതാക്കാനോ ആരും മുൻനിരയിലേക്ക് വരൂല. മനസ്സിലായോ? എല്ലാവർക്കും വേണ്ടത് ഈ പറഞ്ഞ ഓഡിയൻസും പൈസയും മറ്റേതുമുള്ള ആൾക്കാരെ വെളുപ്പിച്ച് ഇവൻ്റെ ഒക്കെ 2 ആൾ ഇവൻ്റെ അടുത്തൊക്കെ പോയി ഫോളോ ചെയ്ത് ഇതാക്കി ഇവനൊക്കെ ഇതിൽ നിന്ന് ചോറും വാങ്ങി അരിയും വാങ്ങി തിന്ന് വീട്ടിൽ പോയി മൂഞ്ചുക. മനസ്സിലായോ? അപ്പം നീയൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇനിയിപ്പോൾ എന്തൊക്കെ എക്സ്പോസ് ചെയ്യാൻ പറ്റുമോ ചെയ്തോ. വാട്ട് എവർ ബ്രദർ, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇതിൽ ഞാൻ എന്നെ എവിടെയും എൻ്റെ ഒരു കാര്യത്തിനും എനിക്ക് വെളുപ്പിക്കാനും താല്പര്യമില്ല, എന്നെക്കുറിച്ച് പറഞ്ഞ് പ്രൂവ് ചെയ്യാനും താല്പര്യമില്ല. എനിക്ക് ഇത്രയും കാര്യങ്ങൾ വരുമ്പം ഈ പറഞ്ഞ 3 വ്യക്തമായ തെളിവുകളടക്കമുള്ള സംഭവങ്ങൾ വരുമ്പം ഇവന്മാർ ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ആകെ മിണ്ടിയത് അനാൻഷാൻ്റെ കേസ്, അതും
കംപ്ലീറ്റ്ലി വെളുപ്പിച്ച് വേറെ ആരുടെയൊക്കെ തലയിലൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ്ലി വൈറ്റ് വാഷിങ്, മനസ്സിലായോ? കംപ്ലീറ്റ്ലി വൈറ്റ് വാഷ് ചെയ്ത് അങ്ങ് പുണ്യാളനാക്കി വിട്ട് കണ്ടവൻ്റെ തീട്ടും മൂത്രത്തിൻ്റെയും ബാക്കിൽ നിന്ന് നടന്ന് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സേതുരാമർ CBI കളിക്കുന്ന ഇവനോടൊക്കെ 2 വാക്ക് പറയണമെന്ന് തോന്നി. പിന്നെ ഈ പറഞ്ഞ സിയാഫ് ഉണ്ടായി ഇവൻ്റെ പേര് പോലും ഞങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, മനസ്സിലായോ? എടാ നീയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ തെറ്റ് കണ്ടാൽ തെറ്റാണെന്നും പറയണം. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ് ഇപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് നീ തുറന്ന് പറയണം. തൊപ്പീൻ്റെ ഭാഗത്ത് തെറ്റ് വന്നോ അത് തുറന്ന് പറയാനുള്ള കൽപ്പും ഉറപ്പും വരണം. എൻ്റെ ഭാഗത്ത് എന്താ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സപ്പോർട്ട് കിട്ടൂല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വ്യൂവേഴ്സ് വരൂല, അല്ലെങ്കിൽ എന്താ നിന്നെ ഇതാക്കുന്നത്? അതുകൊണ്ടല്ലേ നീ ചെയ്യാത്തതടാ പന്ന നാറികട. നീയൊക്കെ ഈ മറ്റേ ഓൺലൈൻ മീഡിയയിൽ കിടന്ന് കുറേ ഇവനൊക്കെ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ടല്ലോ. എന്താ പൈസ തന്നോ, അല്ലെങ്കിൽ എന്താ വേറെ എന്തെങ്കിലും നിൻ്റെയൊക്കെ ഇതിൽ അടിച്ചു തരാന്ന് പറഞ്ഞു? എന്തിൻ്റെ പേരിലാടാ നീയൊക്കെ ഇവനെ കയറി വെളുപ്പിക്കുന്നത്? മനസ്സിലായോ? എന്തിൻ്റെ പേരിലാണ് നീയൊക്കെ ഇവനെ കയറി വെളുപ്പിക്കുന്നത്? ഈ പറഞ്ഞ പരിപാടി ചെയ്തോണ്ടോ? നിൻ്റെയൊക്കെ വീട്ടിലുള്ള പെങ്ങന്മാർ ഇതിനും കിട്ടി, ഇവൻ ഈ പറഞ്ഞ പരിപാടിയും ചെയ്ത്. പിന്നെ ഞാൻ വേറൊരാളൊക്കെ ഉണ്ട്, സൂപ്പർ വാവ. എടാ പന്ന പൊന്ന പോലെയാ, ഞാൻ പറയുന്നില്ല. എടാ സൂപ്പർ വാവ, നിന്നോടൊക്കെ എനിക്ക് കുറച്ചൊരു ഇതെനിക്ക് ഉണ്ടായിരുന്നടാ, കുറച്ചൊരു ഇതെനിക്ക് ഉണ്ടായിരുന്നു. അത് പോയടാ മോനെ. ഞാൻ ഒരു റീല് കണ്ടു, എൻ്റെ എന്തോ തൊപ്പി എന്തൊക്കെ ആയിക്കോട്ടെ, തൊപ്പി നല്ലൊരു എന്റർടൈനറാണ്. ഞാൻ പറയുന്നില്ല ബ്രദർ, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ കണ്ടവൻ്റെ ഇത് കൊണ്ടുപോയിട്ട് ഞാൻ കൂട്ടിക്കൊടുക്കാന്ന് പറയുന്നത് നിന്നേക്കുണ്ടല്ല എന്ത് തരത്തിലാടാ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കണ്ട പന്ന പൊലയാടി മോനെ. തൊപ്പി എന്ത് തന്നെ ആയിക്കോട്ടെ, ഓൻ നല്ലൊരു എന്റർടൈനറാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഗൈസ്. അപ്പം ഇവന്മാർ എത്ര പൈസ വന്നിട്ട് വെളുപ്പിക്കുന്നോ അല്ലെങ്കിൽ എന്തിനു വെളുപ്പിക്കുന്നോ മെയിൻലി ഓഡിയൻസിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഓഡിയൻസിന് വേണ്ടി തൊപ്പീനെ വെളുപ്പിക്കുന്ന പന്ന മക്കള് ഈ സത്യാവസ്ഥകളൊന്നും അറിയാം, മനസ്സിലായോ? നിൻ്റെയൊക്കെ വീട്ടിലെ പെങ്ങന്മാരെ കിട്ടിയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിൻ്റെയൊക്കെ വീട്ടിലെ ആൾക്കാരെ പെമ്പിള്ളേരെ കിട്ടിയാലും ഈ പറഞ്ഞ ഇത് പറയുന്നതും എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞില്ല എന്നുള്ളതിനൊക്കെ ഞാൻ എൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ പോയി കാണ്. ഇതൊന്നും കാണാതെ ഇൻസ്റ്റാഗ്രാമിൽ 30 സെക്കൻഡിൽ ഷമീർ വന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ വന്ന് കൊണക്കല്ലേ, മനസ്സിലായോ? അല്ലെങ്കിൽ തൊപ്പി വന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഫ്ലോ കിട്ടുന്നില്ല. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? അന്നെ പറ്റിച്ച്, അന്നെ മൂഞ്ചിച്ച്, കൂടെ നിൽക്കുന്നവനെ പറ്റിച്ച്, കൂടെ നിൽക്കുന്നവൻ ബാക്കിന്ന് കുത്തി എന്തുകൊണ്ടാടാ മൈരേ? ബാക്കിന്ന് കുത്തി എന്തുകൊണ്ടാടാ? ബാക്കിന്ന് കുത്തി നീ പറയുന്നുണ്ട്. ബാക്കിന്ന് കുത്തി എന്തുകൊണ്ടാ? 12 കൊല്ലം നീ ഒന്നൊരു പുല്ലും ആകാത്ത സമയത്ത് നിന്റെ കൂടുണ്ടായതാ, മനസ്സിലായോ? പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെ നീ നരകിക്കുന്ന സമയത്ത് നിന്റെ കൂടെ വന്നവനെ ഞാൻ. എൻ്റെ പെങ്ങടെ ഒരു കല്യാണത്തിന് വന്നപ്പോൾ കല്യാണം വന്നപ്പോൾ അതിന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് വന്ന് എൻ്റെ അടുത്ത് മുഖത്ത് ചവിട്ടിയ നാറിയല്ലടാ നീ തൊപ്പി. മുഖത്ത് ചവിട്ടിയ നാറിയല്ലടാ നീ. നിന്നെയാണോടാ ഞാൻ 12 കൊല്ലം സുഹൃത്തായിട്ട് കണ്ട് നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാം, മനസ്സിലായോ? നിനക്ക് വേണ്ടി ഞാൻ കൂടെ നടന്നിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ ഇട്ടിട്ട് പോയ ബാക്കിന്ന് കുത്തിയത് നീയല്ലടാ. 12 കൊല്ലം നീ എന്നെ മൂഞ്ചിച്ച്. ഞാനാകെ നിന്നെ ഒറ്റ ദിവസമേ ഞാൻ നിന്നെ മൂഞ്ചിച്ചിട്ടുള്ളൂ, മനസ്സിലായോ? 12 കൊല്ലം മൂഞ്ചിച്ച ഞാൻ നിന്നെ ഒറ്റ ദിവസം ഞാൻ മൂഞ്ചിട്ടുള്ളൂ. അതിന് കൂട്ടുപിടിക്കാനും അതിന് കുഞ്ഞു കൊടുക്കാനും അതിന് വെയിറ്റ് വാഷ് ചെയ്യാനും പല ഇൻസ്റ്റാഗ്രാമിലെ പുണ്ടച്ചി മക്കളും, മനസ്സിലായോ? നീയൊക്കെ പോയി എന്ത് പുല്ലാന്ന് വെച്ചാൽ കാണിക്ക്. അങ്ക് വെറും ഇതാണ്, മനസ്സിലായോ? അങ്ക് ഇതാണ്. ഓക്കെ, അപ്പം ബാക്കി നടക്കട്ടെ. ബൈ ഗൈസ്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി ഇതൊരു 40-50 ഇത് വേണമെങ്കിൽ 1.5 മണിക്കൂറാക്കി ഇടാം, മനസ്സിലായോ? അതാകുമ്പോൾ കൂടുതൽ അരി വാങ്ങാം, കൂടുതൽ ചോറ് വാങ്ങി തിന്ന്. ഓക്കെ ഗൈസ്, അപ്പം ബൈ, ലവ് യു.